We are not afraid today. Oh, deep in my heart, I believe we shall overcome someday. Thank you, ma'am. Maya Sivi. ഹിന്ദി വേർഷനും ഉണ്ട്, അറിയാമോ? അറിയില്ല മാം. അറിയാമെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോന്ന് ഉദ്ദേശിച്ചത്. എനിക്കത് അറിയില്ല, മുഴുവനായിട്ട് പാടാനൊന്നും അറിയില്ല. ഹം ഹോങ്കെ കാമയാബ് ഏക് ദിൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി വേർഷൻ ഉണ്ട്, മൂവിയിലുണ്ടെന്ന് തോന്നുന്നു, പഴയ കാലഘട്ടത്തിലെ ഒരു മൂവിയില്. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? റെക്കോർഡിന്റെ കാര്യം റെക്കോർഡിന്റെ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കാണ്ട് ടീച്ചറോടെ ക്ലാസിന്റെ ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ ഓക്കെ. Good afternoon. Good afternoon, Miss. Buddha quotes ആണ്. Judge nothing. You will be happy. Forgive everything. You will be happier. Love everything. You will be happiest. Sign in by Maya Sivi. Okay, very good. Okay, then so മാം, yes. കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. 2 weeks ആയിട്ട് മാമിന്റെ ക്ലാസ്സിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ റെക്കോർഡിനെ കുറിച്ചും അസൈൻമെന്റ് പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു 30 minutes മാം ഞങ്ങൾക്ക് വേണ്ടി 15 minutes തീരൂല, അതുകൊണ്ടാണ് ഒരു ലാസ്റ്റ് ഒരു 30 minutes വേണം. 12:30 ആവുമ്പോ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണേ. ഓക്കെ മാം. ക്ലാസ് എങ്ങനെ പോകും നിങ്ങളൊന്ന് Yes, പറഞ്ഞു ma'am. ഒന്ന് ഇന്റർവ്യൂ Okay, ചെയ്താൽ മതി. Thank you. ഇപ്പൊ കൊറേ നാളായിട്ട് ഇന്നാണോ കാണുന്നേ? യെസ് മാം, 2 weeks ആയിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആ ഹോസ്പിറ്റൽ അങ്ങനെ പോയിട്ടാണോ? യെസ് മാം, എന്ത് പറ്റിയതാ? എനിക്കല്ല, ഹസ്ബൻഡിനായിരുന്നു. ഹസ്ബൻഡ് അഡ്മിറ്റ് ആയിരുന്നു. ഹസ്ബൻഡിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പൊ ഇങ്ങനെ പനി വരും ഇടയ്ക്ക്. പനി വന്നു കഴിഞ്ഞാൽ മാറില്ല. 3 weeks ആയിട്ട് പനി മാറാതിരുന്നപ്പോ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. സോ അങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. ഞാനല്ലാതെ വേറെ നിൽക്കാൻ അങ്ങനെ നമുക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ട് വരിക, അത് ബുദ്ധിമുട്ടായിരുന്നു. അതാണ്. ശരിയായില്ല മാം, എങ്ങനെയുണ്ട്? ശരിയെന്ന് പറഞ്ഞാൽ ഇത് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമുക്കിതിന് മെഡിസിൻസിനേക്കാളും ലൈഫ് സ്റ്റൈല് നമ്മൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ വേണം. പിന്നെ ഡയബറ്റിക്കും കൂടെ ആയതുകൊണ്ട് ഇതിന് പനി വരുമ്പോ ഷുഗർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിന് കൊടുക്കുന്ന മെഡിസിൻ സ്റ്റിറോയിഡ് ആണ്. ഇപ്പൊ ഡയബറ്റിക് ആയ ഒരാൾക്ക് ഡയറക്റ്റ് സ്റ്റിറോയിഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ ടേപ്പർ ചെയ്ത് ചെറിയ പെർസെന്റേജിലാണ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിറോയിഡ് എത്ര ചെന്നാലും ഇത് ഷുഗർ ഭയങ്കരമായിട്ട് കൂടുന്നു. 400-500 ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഷുഗർ. അപ്പൊ ഷുഗർ ഒന്ന് ലെവലാവാനാണ് ഹോസ്പിറ്റലിൽ അത്രയും നിന്നത്. പിന്നെന്ന് വെച്ചാല് നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെ എല്ലാം കറക്റ്റ് ആവാതെ ഇതിന് ഒരു ശരിയാവില്ല. ആള് നല്ല ഭക്ഷണപ്രിയനാണ്. അതുകൊണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ എന്താ, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, മൊബൈല് നോക്കുക, ഈ പണിയല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മടുത്തു പോയി. പക്ഷെ നമ്മുടെ ഡെയിലി റൊട്ടീൻസ് അല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഐഡിയലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മളുടെ ബോഡി തന്നെ നമ്മൾ ഉന്തും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട്. ആ ഒരു അവസ്ഥയായി പോയി. പിന്നെ ഞാനിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതായത് മോഡ്യൂൾ 1 MP5 അല്ലേ, 1, 2 ഞാൻ മോഡ്യൂൾ 1 ആണ്. എന്താണ്? MCQ. അതെ 1ഉം 2ലെയും ചാപ്റ്റർ യൂണിറ്റ് 1ഉം മോഡ്യൂൾ 1ഉം 2 അല്ല, മോഡ്യൂൾ 1ലെ പാർട്ട് 3ലെ 1 and 2ന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഇട്ടൂടെയോ? എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പൊ ജസ്റ്റ് എന്നോടൊന്ന് പറയൂ, പാർട്ട് 2 എവിടെ വരെയായി? പാർട്ട് 2ന് 2 ചാപ്റ്ററും കൂടെ എടുക്കാറുണ്ട് മിസ്. അതൊന്ന് ആതിര മാം എടുത്തോളും പറഞ്ഞു. പാർട്ട് 4 വന്നിട്ട് അപർണ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ട് 4 പെട്ടെന്ന് തീരും. പാർട്ട് 4ന്റെ ഒരു ഹയർ വെർഷൻ ആണ് PG സെഷനിൽ വരുന്നത്. പാർട്ട് 3 ആണ് ഇങ്ങോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഈ ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമ്മളുടെ യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ
ആ യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7 ഈ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാം പെട്ടെന്ന് തീരുന്നതാണ്. യൂണിറ്റ് 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി മെത്തേഡ്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? കുറെ പേരൊക്കെ പോയിട്ടുണ്ട്. ആക്ച്വലി പാർട്ട് 2 കഴിഞ്ഞ പാർട്ട് 3 തുടങ്ങുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആപ്റ്റ് ടൈം ടീച്ചിങ് പ്രാക്ടീസിന്. കാരണം പാർട്ട് 2 നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റും ചൈൽഡ് സൈക്കോളജിയും കഴിയുമ്പോഴേക്കും നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നമുക്ക് നല്ല പോലെ മനസ്സിലാക്കും, നമ്മളുടെ ഒബ്സർവേഷൻ കറക്റ്റ് ആവും. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡാണ്. അപ്പൊ നമ്മൾ മുന്നിൽ വരുന്ന കുട്ടിയെ മനസ്സിലാക്കി നമ്മുടെ ഒബ്സർവേഷൻ കറക്റ്റ് ആവുമ്പോൾ ഓരോ കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പാർട്ട് 3 നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ആപ്റ്റ് ടൈം അതാണെന്ന് പറയുന്നത്. പാർട്ട് 3 ഇപ്പൊ ഓൾമോസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം, 4ാമത്തെ യൂണിറ്റ് കഴിയുമ്പോൾ വേഗം ഒന്ന് 7th യൂണിറ്റ് എടുക്കാം. അപ്പോൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. ആ എൻവയോൺമെന്റിലെ കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതാണ് ആ ഒരു ചാപ്റ്റർ. എങ്ങനെയാണ് ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യേണ്ടത്, അതൊക്കെയാണ് അത് വരുന്നത്. അപ്പൊ അതിനൊപ്പം തന്നെ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുമ്പോഴേക്കും കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ മാം. അപ്പം പാർട്ട് 4 മോഡ്യൂൾ 1 തീർന്നു കഴിയുമ്പോഴായിരിക്കും ടേം എക്സാം വരുന്നത്. നമ്മള് എവിടെ വരെ ആയിരുന്നു എന്ന് പറയാം? മാം 3rd ചാപ്റ്ററിൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, ഫസ്റ്റ് റെപ്പിറ്റേഷൻ കഴിഞ്ഞു, 2nd സ്റ്റേജിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു അല്ലെ? യെസ് മാം. ഡെവലപ്മെന്റിന്റെ 3 സ്റ്റേജസ് മറിയ മോണ്ടിസോറി പറയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻവയോൺമെന്റ്, കുട്ടിക്ക് കിട്ടുന്ന ഫ്രീഡം ടു എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ്, സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും കാണാൻ. അപ്പൊ ഈവൻ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, ഒരിക്കലും കുട്ടികളോട് ഫാന്റസി സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കരുത്, റിയൽ സ്റ്റോറീസ് അവർ പറഞ്ഞു കൊടുക്കുക. പിന്നെ റോൾ പ്ലേ ചെയ്യിക്കുമ്പോൾ അച്ഛനും അമ്മയും ടീച്ചറും കുട്ടിയും ഡോക്ടർ നേഴ്സ്, ഡോക്ടർ പേഷ്യന്റ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് വെച്ചിട്ടുള്ള റോൾ പ്ലേ ഇല്ലേ, അതൊക്കെ ചെയ്യിക്കണം. അതൊന്നും ഫാന്റസി അല്ല, അത് അവർക്ക് റിലേഷൻഷിപ്സ് മനസ്സിലാക്കാനും അത് റിയൽ അവരുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളും കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ റോൾ പ്ലേസിലും റിയാലിറ്റി കൊണ്ടുവരണം എന്നായിരുന്നു മറിയ മോണ്ടിസോറി പറയുന്നത്. അതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിന് പോസിറ്റീവ് ഇമ്പൾസ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെ കോൺസെൻട്രേഷൻ ലെവൽ, അവരുടെ ഒബ്സർവേഷൻ ലെവൽ, പവർ ഓഫ് അറ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറിയ മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ട് ഡെവലപ്മെന്റ് സ്റ്റേജസിൽ ഇതെല്ലാം കുട്ടിയെ ഹെൽപ്പ് ചെയ്യും. അത് ഡെവലപ്മെന്റിന് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് വിൽ, ആ ഒരു മെന്റൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു 3 സ്റ്റേജസിലൂടെ ഈ ഡെവലപ്മെന്റ് പോകുന്നു എന്നാണ് മറിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു റെപ്പിറ്റേഷൻ. റിപ്പീറ്റ് ചെയ്ത് അഡൽട്ടിനെ സംബന്ധിച്ച് റെപ്പിറ്റേഷൻ അവർക്ക് ബോറായിരിക്കും, കാരണം അവർ ഓൾറെഡി അതിന്റെ എയിംസ് എല്ലാം എത്തിക്കഴിഞ്ഞു, റിസൾട്ട് എത്തിക്കഴിഞ്ഞു. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഇന്നർ അർജ് അതിങ്ങനെ അവരെ ഡയറക്റ്റ് ചെയ്യുവാണ് ഇതിലേക്ക്, ഈ ആക്ടിവിറ്റീസിലേക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ കോൺഷ്യസ്ലി ആ ഒരു, കാരണം ഉള്ളിൽ നിന്ന് തന്നെ ഗൈഡൻസ് കിട്ടുക, ഇന്നർ ഗൈഡൻസ്, ഇങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഈ ആക്ടിവിറ്റി സെവറൽ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓൺ ഡിസിഷൻസ്, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓൺ ഡിസിഷൻ എടുക്കാനും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാനും അങ്ങനെ പല രീതിയിൽ. ഇപ്പൊ അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് കോൺഷ്യസിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. 0 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിലാണ് എല്ലാം ചെന്ന് രജിസ്റ്റർ ആകുന്നത്. ആൻഡ് ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ അത് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള രീതിയിലേക്ക് അതൊരു സ്ലോ പ്രോസസ് നടക്കുവാണ്, അൺകോൺഷ്യസിൽ നിന്ന് കോൺഷ്യസിലേക്ക്. സെക്കൻഡ് സ്റ്റേജ് ആരാ വായിക്കുക? സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാണ്. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും അത് റിപ്പീറ്റ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവനിൽ തന്നെ ഒരു ഓർഡർ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ ഫോം ചെയ്യുന്നു, ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഒബീഡിയൻസും അതിന്റെ ബാക്കിയായിട്ട് ഒബീഡിയൻസ് 3rd സ്റ്റേജിലും വരുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേജ്, പ്ലീസ് റീഡ്.
ഞാൻ വായിക്കാം മാം. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into the second stage. In the development of the will that is self-discipline as a way of life. In that case, the child makes his own decision in his activity and obtains the responsibility as he makes conscious creative use of his capacities and understands the responsibility. This leads him to self-knowledge and self-possession. For example, in a simple pouring exercise, he pours all the beans into a jet, knowing that he should not spill any beans in that tray and yet accepting the result with responsibility by putting the spilled beans into the jet and putting it back on the shelf before going into another activity. യെസ്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു റിപ്പീറ്റേഷൻ നടക്കുവാണ്. ഒരു ആക്ടിവിറ്റി വളരെ എൻജോയ് ചെയ്ത ആ റിപ്പീറ്റേഷൻ നടക്കുവാണ്. അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് കുട്ടിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവരിൽ തന്നെ ഒരിടത്തിരുന്ന് ഇങ്ങനെ ചെയ്യുക, വേറെ ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വേറെ പുറത്ത് നടക്കുന്ന ഡിസ്റ്റർബൻസ് ഇവരെ ബാധിക്കുന്നില്ല. സോ ഗ്രാജുവലി അവരിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുകയാണ്. ഒരു ഓർഡർ, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുക. ഈ ഒരു ടൈമിൽ നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്യുക, നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുക, ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് അത് താഴേക്ക് പോകും. സോ കുട്ടിക്ക് ഓൺ ഡിസിഷൻസ് മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ് എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഫോം ചെയ്യുവാണ് ത്രൂ ദിസ്. ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഉള്ള ഒരു പ്രായം കൂടിയാണ്. ബട്ട് നമ്മൾ ആ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നല്ലൊരു ആക്ടിവിറ്റിയിലേക്കായിട്ട് മാറ്റി ഡീവിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. അതേസമയം കൂടുതൽ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും മാത്രമായിട്ട്, അതായത് ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഫാന്റസി വേൾഡിലായിരിക്കും, അവർക്ക് റിയാലിറ്റിയോട് അത്ര താല്പര്യം, ഒരു ഇഷ്ടം കാണിക്കില്ല. അതൊരു തരം ഡീവിയേഷൻ ആണ്, നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം ആണത്. അതായത് നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഡ്രീം ചെയ്യും, ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു എക്സാം എഴുതാൻ പോവാം, നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ഡ്രീമിങ് പോലെ. അതൊരു തരം ഡിഫൻസ് മെക്കാനിസം ആട്ടോ. നമുക്ക് ആ എക്സാമിന്റെ ടെൻഷനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമാജിനേഷൻ ഇങ്ങനെ പോവാണ്. നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നു, എനിക്കത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ എഴുതാനായിട്ട് വിചാരിക്കുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ എളുപ്പമായി. അതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ, ദാറ്റ് ഇസ് ഫാന്റസി. ബട്ട് ഒരു സർട്ടൺ ലിമിറ്റ് വരെയും സർട്ടൺ എക്സ്റ്റെൻഡ് വരെയും ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫാന്റസി നല്ലതാ. കാരണം വെച്ചാൽ നമുക്ക് ആ ടെൻഷൻ മാറുവാണ്. ഇനി നമ്മൾ അത് മാത്രം ചിന്തിച്ച് ഇങ്ങനെ എക്സാമിന്റെ കാര്യം ശ്രദ്ധിക്കാതെ അങ്ങനെ ഫാന്റസിയിലേക്ക് ആയി കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഡൺ. കാരണം വെച്ചാൽ നമുക്ക് എക്സാമിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അതേസമയം നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്ത് ഓക്കെ നമുക്ക് ആ റിസൾട്ട് കിട്ടണം, ഞാനിപ്പോ ഡ്രീം ചെയ്തത് തന്നെ എനിക്ക് സംഭവിക്കണം, സോ ഞാൻ നല്ലതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മൾ ആ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസം അത് നല്ലത് തന്നെയാണ്. നമ്മളുടെ നല്ലൊരു പോസിറ്റീവ് ഇതിലേക്ക് നമ്മളെ അതിനെ കൊണ്ടുവന്നു. ഒരു സർട്ടൺ എക്സ്റ്റെന്റ് വരെയൊക്കെ ഈ ഡിഫൻസ് മെക്കാനിസം എല്ലാം നല്ലതാണ്. ചിലരൊരു വിത്ഡ്രോവൽ പറയുന്നുണ്ട്, അതായത് ഇപ്പൊ ഒരാൾ വന്ന് നമ്മളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്, സോ നമ്മൾ ആ വളരെ കാമായിട്ട് നിൽക്കുന്നു, ആ ഷൗട്ട് ചെയ്ത ആള് പതുക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും അയാള് സോറി പറയുന്നത്. അതേസമയം നമ്മളും അതേപോലെ തന്നെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആകെ ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷൻ ആയിട്ട് മാറും. അതേസമയം നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നു, അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ഡ്രോ ചെയ്യും. ദാറ്റ് ഇസ് എ ഗുഡ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഒരു സർട്ടൺ എക്സ്റ്റെന്റ് അത് നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾക്ക് കൂടുതൽ ടെൻഷൻസ് ആർഗ്യുമെന്റ്സ് വേണ്ട, വെറുതെ ഷൗട്ട് ചെയ്ത് നമ്മളുടെ എനർജികളെ നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് എടുത്തോന്ന് എനിക്കറിയില്ല, ഇതൊരു സൈക്കോളജിക്കൽ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. എല്ലാവരിലും ഉണ്ട്, കുഞ്ഞുങ്ങളിലും ആ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഈ പാരന്റ്സ് തമ്മിൽ ഭയങ്കര ഇഷ്യൂ ഉള്ള കുട്ടികൾ അവർ പലപ്പോഴും ഫാന്റസിയിലായിരിക്കും. അവരിങ്ങനെ കാരണം അവർക്ക് ഈ ഒരു റിയൽ വേൾഡ് താല്പര്യമില്ല, കാരണം അത്രയ്ക്ക് ടഫാണ് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ, എൻവയോൺമെന്റ് വളരെ ബുദ്ധിമുട്ടാണ്. സോ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടേതായ ഒരു ലോകം ഉണ്ടാക്കി അതിനകത്തങ്ങ് കൂടും. കുറച്ചുകൂടെ പ്രായമായ കുട്ടികൾ മൊബൈൽ അങ്ങനെയുള്ള പല അഡിക്ഷനിലേക്കൊക്കെ. സോ ദാറ്റ് മീൻസ് അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അങ്ങനെ കുട്ടികൾ ഫാന്റസിയിലേക്ക് പോകരുത്, റിയാലിറ്റിയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്, ചെറിയ ഏജ് തുടങ്ങിയിട്ട്.
ഇനി ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ പറഞ്ഞു. നമ്മളൊരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ വരും, ഓർഡർ വരും. ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് ഇത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു 5 ഏരിയകളിൽ ഒന്നാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. 5 ഏരിയകൾ അപ്പൊ ഏതൊക്കെയാന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. നമുക്ക് മോഡ്യൂൾ 3 അത് വരുന്നത്. ഒന്നാമത്തെ ഏരിയ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ദാറ്റ് മീൻസ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കിച്ചണിലാണല്ലോ. സോ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ദെൻ കംസ് സെൻസോറിയൽ ഏരിയ. നമുക്കറിയാം 5 സെൻസസ് ഉണ്ട്. ഈ 5 സെൻസസിനെ ആക്ടിവേറ്റ് ആക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും അതിന് വേണ്ടുന്ന മെറ്റീരിയൽസും വരുന്നതാണ് സെൻസോറിയൽ ഏരിയ. നെക്സ്റ്റ് ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് ഏരിയയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ 2 എക്സ്പ്ലോഷൻസ് ആണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അത് തന്നെ കുട്ടികളിൽ എക്സ്പ്ലോഡ് ചെയ്യണം. ഒരു കുട്ടിത്തറി പോലെ ഉണ്ടാകണമെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. സോ അതുകൊണ്ട് മറിയാം മോണ്ടിസോറി പറയുന്ന 2 ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ 2 എക്സ്പ്ലോഷൻസ് എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതാണ് ലാംഗ്വേജ് ഏരിയയിൽ വരുന്നത്. പിന്നെ അതിലവിടെ റീഡിങ് റൈറ്റിംഗ് വരും. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ കേഴ്സീവ് ഉണ്ടാവും, സ്മോൾ ലെറ്റർ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും പല ആക്ടിവിറ്റീസും അവിടെ എഴുതാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി വരും. ഈ നമ്മള് കുട്ടികളെ കൊണ്ട് കുട്ടികൾ വെറുതെ ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ വിരലോടിക്കില്ലേ, അതുപോലെ തന്നെ പ്രീ റൈറ്റിങ്ങിനുള്ള ബോർഡുകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു. പ്രാക്ടിക്കൽ ഏരിയ പറഞ്ഞു, സെൻസോറിയൽ ഏരിയ പറഞ്ഞു, ലാംഗ്വേജ് ഏരിയ പറഞ്ഞു. ദെൻ കംസ് മാത്തമാറ്റിക്കൽ ഏരിയ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചിങ് പ്രാക്ടീസിൽ പോയാൽ മതിയോ? ഞാനിത് പറയാട്ടോ, നിങ്ങൾ തന്ന ഹാഫ് ആൻ അവറിൽ ഇതെല്ലാം വരും. ഓക്കെ, ലാംഗ്വേജ് ഏരിയയിൽ അത് വന്നു. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരും. നമ്പേഴ്സ്, കൗണ്ടിങ്, അങ്ങനെയെല്ലാം. പിന്നെ വരുന്നത് സയൻസ് ഏരിയ ആണ്. സുവോളജി, ബോട്ടണി എന്നൊക്കെ പറഞ്ഞിട്ട് സയൻസ് ഏരിയ വരുന്നുണ്ട്. അവിടെ എന്താ പറയാ, ഈ കുറെ മാപ്പ് കാണാൻ ചില സമയത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ പിക്ചേഴ്സ്, ബേർഡ്സിന്റെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ചിലയിടത്ത് പെറ്റ്സ് ഉണ്ടാവും, പിന്നെ ഗാർഡൻ ഉണ്ടാവും. അതൊക്കെയാണ് സയൻസ് ഏരിയയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ 5 ഏരിയ ആണ് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അതില് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികളെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലേക്ക് കൊണ്ടുപോകും. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോറിംഗ് എക്സസൈസ്. ഇപ്പോ ബീൻസ്, ഏതെങ്കിലും രീതിയിലുള്ള ഡ്രൈ ആയിട്ടുള്ള പൾസസോ സിറിയൽസോ, പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ, കടല പോലെയുള്ളത് ഒരു ജഗ്ഗിലേക്ക്, ഒരു കണ്ടെയ്നറിലേക്ക്, നമ്മളിപ്പോ എല്ലാ കണ്ടെയ്നേഴ്സും ഇതൊക്കെ നിറച്ചു വെക്കുമല്ലോ, ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ബട്ട് അവരുടെ കുഞ്ഞി കൈയാണ്, അവരതെടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കുറെയൊക്കെ തെറിച്ച് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം അവരെ കാണിച്ചു കൊടുക്കും. നമ്മളൊന്നും അവരെ കറക്റ്റ് ചെയ്യിക്കല്ല, വി ഹാവ് ടു ഷോ ദം. അവരതുപോലെ ചെയ്യാം. അപ്പൊ ബീൻസ് ഒന്നും സ്പില്ല് ചെയ്യാതെ ചെയ്യണം എന്നുള്ളത് അവനറിയാം. ബട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇങ്ങനെ സ്പില്ലിംഗ് നടന്നാലും അത് കറക്റ്റ് ചെയ്യാൻ വേറെയും ഈ മെയിൻ മെറ്റീരിയൽസിനെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതായത് മാറ്റ്, നല്ല നീറ്റ് ആയിട്ടുള്ള മാറ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ട്രേ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് ഒന്നുമില്ലെങ്കിൽ ഈ മാറ്റിൽ വെച്ചിട്ട് എന്ത് മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആദ്യം ഓരോരോ കോർണറിലായിട്ട് ഇങ്ങനെ മാറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ യോഗയ്ക്ക് യൂസ് ചെയ്യുന്ന മാറ്റും പ്രയറിന് യൂസ് ചെയ്യുന്ന മാറ്റ് പോലെയുള്ള ചെറിയ ചെറിയ മാറ്റുകളില്ലേ, അത്. അപ്പൊ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മാറ്റ് അവർ അൺഫോൾഡ് ചെയ്തിട്ട്, അൺഫോൾഡ് ചെയ്യുന്നതൊക്കെ ഇവരുടെ ലൈഫ് പ്രാക്ടിക്കൽസിലെ ഒന്നാണ്. എന്നിട്ട് ഇത് ആക്ടിവിറ്റി കഴിയുമ്പോൾ അതിനെ തിരിച്ച് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ആ വരുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെ അവർ ചെയ്യും. ഇവിടെ നമുക്ക് ഒരു ട്രെയില് ജഗ് വെച്ചിട്ട് ഈ ബീൻസ് ആ ജഗ്ഗിലേക്ക് ഫില്ല് ചെയ്യുവാണ്. ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ബീൻസ് പുറത്തേക്ക് തെറിച്ച് ട്രെയിൽ വീഴും. അപ്പോൾ ഹി നോ ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു പിക്കിംഗ് അപ്പ് ദി സ്പിൽഡ് ബീൻസ്. പുറത്തേക്ക് തെറിച്ച് വീണതിനെ എടുത്ത് തിരിച്ച് ആ ജഗ്ഗിലേക്ക് തന്നെ വെച്ച് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് അവന്റെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പോറിംഗ്, വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ തുളുമ്പി പുറത്തേക്ക് തെറിച്ച് സ്പില്ല് ചെയ്ത് പോവാ അല്ലെ. സോ അവിടെ നമുക്ക് ഇതുപോലെ ട്രേ വെച്ച് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് കുട്ടികൾക്ക് ഫണൽ കൊടുക്കാം അല്ലെ. ഫണൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് തെറിക്കാതെ അവർക്ക് ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അതൊരു ഓരോ ഏജിനും ഏതൊക്കെ രീതിയിലാണ്
ആക്ടിവിറ്റീസ് കൊടുക്കണ്ടേ എന്നുള്ളത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മളുടെ റെഫറൻസിലുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അത് വീട്ടിലും നമുക്ക് ചെയ്യിക്കാം. ക്ലോത്ത് ഫോൾഡിങ്, അങ്ങനെ എന്തെല്ലാമാണോ പ്രാക്ടിക്കൽസ് വരുന്നത് അതെല്ലാം കൊടുക്കാം. ഇതെല്ലാം ഇവരിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. ഓർഡർ, സെൽഫ് ഡിസിപ്ലിൻ ഇതെല്ലാം ഫോം ചെയ്ത് കഴിയുമ്പോൾ ഒബീഡിയൻസ്, നമ്മൾ ഷൗട്ട് ചെയ്തോ പണിഷ് ചെയ്തോ ബീറ്റ് ചെയ്തോ അല്ല കുട്ടികളിൽ അച്ചടക്കം ഉണ്ടാക്കേണ്ടത്. ഒബീഡിയൻസ്, തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്, ഇതെല്ലാം ഇവരിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഈ പറയുന്ന സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും ഓർഡറും എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് വന്നു പോകുന്നതാണ് തേർഡ് സ്റ്റേജ്. ഞാനിങ്ങനെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. ഇന്നലെ സന്ധ്യക്ക് വിളക്കൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, വിളക്ക് വെക്കുന്ന സമയമായി. അപ്പുറത്തെ വീട്ടിലൊരു മോളുണ്ട്, 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിയാ. നല്ലൊരു പാട്ട് പാടും, ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അതിങ്ങനെ വിളക്ക് വെക്കുക, ആദ്യമായിട്ട് എങ്ങാണ്ട് അത് വിളക്ക് വെക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പൊ വിളക്ക് വെച്ച് തുളസ്ത്രയില് വിളക്ക് വെച്ച് തിരിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ഷൗട്ടിങ്. അതിന്റെ അമ്മയുടെ തെക്കോട്ടാണോ വിളക്ക് വെക്കണേന്ന് പറഞ്ഞു. ഞാനും ഞെട്ടിപ്പോയിട്ടോ ഷൗട്ടിങ് കേട്ടോണ്ട്. കുട്ടി വളരെ കാമായിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞാൽ പോരായിരുന്നു എന്ന്. അപ്പൊ അവിടെ മെച്ചുവർ ആരാ, അമ്മയാണോ കുഞ്ഞാണോ? കുഞ്ഞാണ്. കുട്ടിയാണ്. ഞാൻ പലതവണ ഈ കുഞ്ഞിന്റെ പല കാര്യങ്ങളിലും കമന്റ്സ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വളരെ മെച്ചുവർ ആയിട്ട് ഞാൻ അതിന്റെ അമ്മോട് പറഞ്ഞിട്ടുണ്ട്, മോള് നല്ല മെച്ചുവർ ആയിട്ടാണ് പലതിനും, പല കമ്മ്യൂണിക്കേഷൻ അവര് തമ്മിലുള്ളത് കേൾക്കുമ്പോഴേ. എന്നിട്ടൊരു കുറെ സമയം കുട്ടിക്ക് ക്ലാസ് എടുക്കും അമ്മ, തെക്കോട്ട് വിളക്ക് വെക്കരുത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. കുഞ്ഞിനെ അറിയില്ല, അതങ്ങനെ ചെയ്തു. ട്രഡീഷൻ അല്ലെങ്കിൽ ബിലീഫ് അനുസരിച്ച് അങ്ങനെ ചെയ്യാറില്ലായിരിക്കാം, പക്ഷെ അത് കുട്ടികൾക്ക് അറിയണമെന്നില്ലല്ലോ. പക്ഷെ ആ കുട്ടിയുടെ മറുപടിയാണ്, പറഞ്ഞാ പോരെ, അറിയില്ല, അതങ്ങനെ വെച്ചു, നേരെ ഇറങ്ങി. അങ്ങനെ സ്ത്രീയിലും വിളക്ക് വെച്ച് തിരിഞ്ഞതും ഷൗട്ടിംഗ് ആണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അപ്പൊ നമ്മള് ഒബീഡിയൻസ് എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ ഷൗട്ട് ചെയ്ത് ബീറ്റ് ചെയ്ത് പണിഷ് ചെയ്തെന്നാവുന്നല്ല. ഇറ്റ് സ്പോണ്ടേനിയസ്ലി ആയിട്ട് ഇവർക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ്. അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് ഒരു ലോങ് പ്രോസസ്, ഇവരുടെ മെച്യൂരിറ്റിയുടെ ആ ലോങ് പ്രോസസ്സിൽ നടക്കുന്ന ഒരു അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഈ തേർഡ് സ്റ്റേജ് വരുന്നത്. തേർഡ് സ്റ്റേജ് ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. Third stage, obedience. After achieving self-discipline, the child moves to the third stage in the development of will, that is, power to obey. Again, it is a slow process and show itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled, intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in an environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and development of skill for independent thought and action. അത്രയല്ലേ ഉള്ളൂ മാം തേർഡ് സ്റ്റേജ്? യെസ്, അത്രേ ഉള്ളൂ. അടുത്ത ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഈ 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ്, ത്രൂ റിപ്പീറ്റേഷൻ ഹി ഈസ് എൻജോയിങ് ദ ആക്ടിവിറ്റി. അവന്റെ ഒരു ഡെവലപ്മെന്റിൽ നല്ലൊരു ഓർഡർ ഫോം ചെയ്യുന്നു. സെക്കൻഡ് വൺ വരുമ്പോഴേക്കും ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഈ സമയത്തെല്ലാം ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കുട്ടിയിലൂടെ വരും. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീഡിയൻസ്. ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യുമ്പോൾ പതുക്കെ സ്പോണ്ടേനിയസ് ആയിട്ടും അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് ഇതിന്റെ ഒരു മെച്ചുറേഷന്റെ പക്വതയിലേക്ക് വരുന്ന ആ ലോങ് പ്രോസസ്സിൽ നടക്കുന്നതാണ് ഈ ഒരു ഒബീഡിയൻസ്, അച്ചടക്കം എന്നുള്ളത്. ഇപ്പൊ നമ്മള് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസിലൊക്കെ നമ്മളിത് പറയണ്ടായി. സെൽഫ് ഡിസിപ്ലിൻ ടീച്ചറാണ് അവിടെ കറക്റ്റ് ചെയ്യുന്നത്, ടീച്ചറാണ് അവരെ ഡിസിപ്ലിൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ടീച്ചർ മെയ്ഡ് ദം ടു ഡു. ആ ഒരു രീതിയിലായിരുന്നു ട്രഡീഷണലിൽ വന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ എൻവയോൺമെന്റ് മെയ്ഡ് ദ ചിൽഡ്രൻ ടു ബി ഒബീഡിയന്റ്. അങ്ങനെ ആ ഒരു എൻവയോൺമെന്റ് ആണ് അവരെ ഡിസിപ്ലിനിലേക്കും ഓർഡറിലേക്കും ഒബീഡിയൻസിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് എ ടൈം അല്ലെ? ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് വരുമ്പോഴേക്കും ഒരു 10 minutes അങ്ങനെ പോകും. സോ സോ യു പീപ്പിൾ ക്യാൻ ആസ്ക് മീ. ഫസ്റ്റ് ഇവിടെ ഒരു മെസ്സേജ് വന്നു, അതൊന്ന് ഞാനൊന്ന് പറയട്ടെ.
കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയാൽ മതിയോ? ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. കാരണം പലർക്കും പല പേഴ്സണൽ ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ കോഴ്സിന് ശേഷം പോകാനായിരിക്കും ഇഷ്ടം. പക്ഷേ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആണ് ടീച്ചിങ് പ്രാക്ടീസ്. ശരിക്കും അങ്ങനെയാണ്. ബട്ട് എനിക്ക് കുറെ റിക്വസ്റ്റ് ഇങ്ങനെ മറ്റുള്ള ബാച്ചിൽ നിന്ന് പ്രഗ്നന്റ് ആണ്, ഡെലിവറി ആയിട്ടിരിക്കുന്നു, പ്രഗ്നൻസി ടൈമിലൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. സോ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിയണതേ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസും കഴിയുമ്പോഴേക്കും ആ ഒരു നമ്മുടെ മൈൻഡ് ആ രീതിയിൽ നമ്മൾ സെറ്റ് ആവും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സ്കൂളുകളിലേക്കൊക്കെ. കുഴപ്പമില്ല, അങ്ങനെ പോവാനേ പറ്റുള്ളൂ, അങ്ങനെ ചെയ്താലും മതി. മാം, സർട്ടിഫിക്കറ്റിന് ആവശ്യം ഉണ്ടാവില്ല ടീച്ചിങ് പ്രാക്ടീസ്? ഏതാണ് സർട്ടിഫിക്കറ്റിന് ടീച്ചിങ് പ്രാക്ടീസ് ആവശ്യമില്ല? ശരിക്കും അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ ചില പറഞ്ഞല്ലോ ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് വന്നപ്പോഴാണ് നമ്മളത് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ദീപികയുടെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എന്തായിരുന്നു നിങ്ങളുടെ സംശയങ്ങൾ, കൺസേൺസ്? മാം ക്ലാസ് റൂമിൽ ഒരു അസൈൻമെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാമിന്റെ ആണ്. അപ്പോ അതിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരൂ. അസൈൻമെന്റ് ഏതായിരുന്നു? ഹാപ്പിനെസ് റിമോട്ട് കൺട്രോൾ ആണോ? അതെ അതെ അതെ, റിമോട്ട് കൺട്രോൾ യുവർ ഹാപ്പിനെസ്, അതായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഞാനിത് എഴുതേണ്ട രീതി ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? നോ മാം, ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. ആണോ? ഒന്നും പറഞ്ഞില്ല, അങ്ങനെ തരുമൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെയാണോന്ന്. മാം ഞാൻ എഴുതി സബ്മിറ്റ് ചെയ്തു, മാർക്കും വന്നു. അതെയോ? അതാരായിരുന്നു? റിനി. ഓൾമോസ്റ്റ് എഴുതി സബ്മിറ്റ് ചെയ്തതാണ്. ഞാൻ സബ്മിറ്റ് ചെയ്തു, മാർക്കും വന്നു. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ തരാതെ നിങ്ങളെ സബ്മിറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. എനിക്ക് മാർക്ക് കിട്ടി മാം. മാർക്കിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്, അതെന്താന്ന് മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടായിരുന്നു മാം, കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ മാമിന്റെ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാമെന്ന്. അത് ഇല്ല മാം ഇവിടെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ടൊക്കെ. നമ്മളൊരാള് ഡള്ളാക്കുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എഴുതി. അത്രേ ഉള്ളൂ അതിന് പറയാൻ, വേറൊന്നും അതിന് പറയാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കിപ്പോ പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ടായി, ഞാൻ ഒന്നും പറഞ്ഞില്ലേന്നു. അതായത് അതൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു സിറ്റുവേഷൻ തന്നതാണ്. നമ്മളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റാന്ന് വിചാരിക്കുക, നമ്മളുടെ ലൈഫിന്റെ പിക്ചർ പെയിന്റ് ചെയ്യുന്ന ആ ബ്രഷ് നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതെങ്ങനെ ചെയ്യും? അയാളുടെ രീതിക്കല്ലേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങ് ഡൗൺ ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ റിമോട്ട് കൺട്രോൾ ഓഫ് അവർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ്. അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ മനസ്സ് എങ്ങനെ ആവണം, നമ്മുടെ മനസ്സ് ഹാപ്പി ആവണോ ഡൗൺ ആവണോ എന്നുള്ളത് അവര് തീരുമാനിക്കുന്ന പോലെ ആവില്ലേ. സോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. നിങ്ങളുടെ വ്യൂസ് ഒന്നും അതിനൊരു എന്താ പറയാ ക്വസ്റ്റ്യൻ ആൻസർ അല്ല അത്. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ ഒപ്പീനിയൻ, അത്രയും മതി. അതൊരു സെന്റൻസ് ആവാം, ഒരു പാരഗ്രാഫ് ആകാം, ഒരു എസ്സേ പോലെ എഴുതിക്കൂ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യണോ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ കണ്ട വേറൊരാളുടെ എക്സ്പീരിയൻസ്, ഈ ഒരു ഇതിലൂടെ കടന്നുപോയ വേറൊരു വ്യക്തിയുടെ എക്സ്പീരിയൻസ്, അങ്ങനെ എഴുതണോ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു മൂവിയിലെ ഇതേ ഒരു രീതിയിൽ നമ്മളുടെ തോട്ട് പ്രോസസ് പോയ ഒരു മൂവി ഞാൻ കണ്ടു എന്ന് വിചാരിക്കാം, അത് എഴുതാം. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാ. ഓക്കെ മാം, ഡ്യൂ ഡേറ്റ് ഉണ്ടോ മാം എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്? ഡ്യൂ ഡേറ്റ് ഇനിയിപ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തോ. ഓക്കെ മാം. അപർണ മിസ്സൊക്കെ പൊതുവെ പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ്, പിന്നെ ഈ ഒരു ക്ലാസ്സിൽ തന്നെങ്കിൽ അടുത്ത ക്ലാസ് ആവുന്നതിന് മുമ്പ്, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? മാം ഒരു കാര്യം ചോദിക്കട്ടെ? മാം പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ മാമിന്റെ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. മാം ഏത് എക്സാം ആയിരുന്നു പറയാമോ? ഏത് എക്സാം ആണെന്നോ? ഡെഫിനറ്റ്ലി മോണ്ടിസോറി. പറഞ്ഞിരുന്നു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തരാന്ന് പറഞ്ഞിരുന്നു, അതിൽ പെട്ടതാവൂ അല്ലേ? അതെ അതെ.
ഇതിൽ പെട്ടതാണ്. അപ്പം നമുക്ക് ഇതിപ്പോ ഓൺലൈൻ കോഴ്സ് അല്ലേ, പലപ്പോഴും നമ്മളുടെ ഫസ്റ്റ് ബാച്ചില് സെക്കൻഡ് ബാച്ച് ഒക്കെ വന്നവര് ആദ്യമായിട്ട് അവർ ടീച്ചിങ് പ്രാക്ടീസിന് അവിടെ ചെന്ന് ചോദിക്കുക. ആദ്യം നമ്മളെ പെർമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോവുമല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടില്. അപ്പൊ അവരുടെ ഒരു ഭയങ്കര ഒരു ഡൗട്ട്, ഓൺലൈനിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള മിക്കവരും, ഓൾമോസ്റ്റ് ഓൾ ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെ ചോദിച്ചിരുന്നു. ബട്ട് ഫസ്റ്റ് ഡേ തന്നെ അവർ അഭിപ്രായം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഓൺലൈൻ ഓഫ്ലൈൻ, അതായത് ഓഫ്ലൈൻ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രൗണ്ട് ലെവലിൽ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന കേട്ടോ, അല്ലാണ്ട് റെക്കോർഡ് ക്ലാസ് അല്ല. അങ്ങനെ പോകുമ്പോൾ ആ ഒരു എഫക്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ 2 ലെവലും മനസ്സിലാവും. ക്ലാസ് റൂമില് PDF മാത്രം ഫോളോ ചെയ്യാതെ ഇന്ററാക്റ്റീവ് സെഷൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മാക്സിമം ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നതാണേ. ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിരുന്നു. അപ്പോ 6 സബ്ജക്ട് ഉണ്ടായിരുന്നു. ടോട്ടൽ 600-ലായിരുന്നു ഞങ്ങളുടെ മാർക്ക്. ഈ 600-ൽ തന്നെ 60 മാർക്ക് തിയറി, 60 മാർക്സ് ഫോർ തിയറി, 40 മാർക്സ് ഫോർ പ്രാക്ടിക്കൽസ്, അങ്ങനെയായിരുന്നു. മാഡം, നമ്മുടെ ഈ കോഴ്സ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ കഴിയുമ്പോ? എനിക്ക് തോന്നുന്നു പറ്റുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കോഴ്സ് ചെയ്തത് 2017-ലായിരുന്നു. ആ സമയത്ത് PSCക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരുന്നു. അപ്പൊ PSC ഗവൺമെന്റിന്റെ ആണല്ലോ, അപ്പൊ അതില് വരാമെങ്കിൽ എംപ്ലോയ്മെന്റിലും പറ്റുമായിരിക്കണം. പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നമ്മുടെ ഏതാ PSCക്ക് പറ്റുമോ ഇത്? നമ്മളുടെ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ കുറെ കോൾ ഫോർ ചെയ്തിരുന്നു PSC. ഞാൻ അപ്ലൈ ചെയ്തില്ലായിരുന്നു, കാരണം എനിക്ക് അപ്പൊ തന്നെ 40 years ആവാറായി. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം ഞാൻ അപ്പോഴെ തന്നെ MSW കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നു. എന്റെ ട്രാക്ക് വേറെ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ലായിരുന്നു. പക്ഷെ കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് അറിയില്ല, നമ്മൾ നോക്കുന്നില്ലല്ലോ PSC ഒന്നും. പിന്നില്ലേ റെക്കോർഡ് തന്നതിലേ ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ് തന്നിട്ടുണ്ടേ. അതിനെ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മളുടെ വീട്ടിലെ പ്രായമായവര് അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ്, നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ്, ഇവരൊക്കെ കുറേ നോളജ് ഇൻഫർമേഷൻസ് നമുക്ക് പറഞ്ഞു തരും അല്ലെ. അത് സയന്റിഫിക്കും ആയിരിക്കണം, ഫാക്റ്റും ആയിരിക്കണം, അതേ ഉള്ളൂ നിർബന്ധം. അതായത് റിയൽ ആയിരിക്കണം, ഫാക്ട് ആയിരിക്കണം, അല്ലാതെ ബ്ലൈൻഡ് ബിലീഫ്, അങ്ങനെ അന്ധവിശ്വാസം അങ്ങനത്തെ ടൈപ്പ് ആവരുത്, അതേ ഉള്ളൂ. ചാറ്റിൽ ഒരു മെസ്സേജ് വന്നു, PG ചെയ്യുന്നവർക്ക് ഡിപ്ലോമ PG എക്സാം രണ്ടായിട്ടായിരിക്കും. കാരണം ഡിപ്ലോമക്കാരുടെ സബ്ജക്ട് കണ്ടന്റും PGയുടെ തമ്മിൽ 2 സബ്ജക്ട് ടോപ്പിക്കിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. സോ അത് 2ആയിട്ടായിരിക്കാം. ഇനി സബ്ജക്ട് വൈസ് നമ്മൾ തീരുമാനിച്ചിട്ടില്ലാട്ടോ, ഡിസ്കഷൻസേ ആയിട്ടുള്ളൂ. ഞാൻ കൺഫേം ആയിട്ട് പറയാം സാറിനോട് മാമിനോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സബ്ജക്ട് ആക്കണോന്നുള്ളത്. ഈ PG ചെയ്യുന്നവർക്ക് അധികമായിട്ടും 3ാം ക്ലാസ് 4ാം ക്ലാസ് അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ ക്ലാസ്? അപ്പൊ ഈ LKG UKGന്റെ വർക്കല്ലേ അധികം റെക്കോർഡിൽ വരുന്നത്? അപ്പൊ അതൊക്കെ ചെയ്യേണ്ട ആവശ്യം വരുമോ? PG ചെയ്യുന്നവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചില് ഡിപ്ലോമക്കാരും 3rd 4th സ്റ്റാൻഡേർഡ് ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെന്ന സ്കൂളിലൊന്നും അവര് ഡിപ്ലോമയാണോ PG ആണോ ആ രീതിയിലൊന്നും നോക്കിയിട്ടില്ല. ബട്ട് നമ്മുടെ കൂടെ PG ചെയ്ത ഒരു കുട്ടി 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. കോഴ്സ് കഴിഞ്ഞ ഉടനെ ചെന്നപ്പോ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ തന്നെ അതിന് ഓൾറെഡി അത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ, നേരത്തെ എന്തൊക്കെയോ ആയിട്ട് വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഏജ്ഡ് ആണ്. 45 എങ്ങാണ്ടുണ്ടായിരുന്നു അവർക്ക്. അത് എന്താ പറയാ, അവരെ അപ്പൊ തന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ ആക്കി. സ്പോർട്സ് കഴിഞ്ഞിറങ്ങി. മോണ്ടിസോറി സ്കൂളാണോ മിസ്സേ, അതെയോ CBSE ആണോ? CBSE സ്കൂള്. ഡിപ്ലോമ എക്സാം ഏത് മന്ത് ആയിരിക്കും? അത് നിങ്ങളിപ്പോ ഏത് മന്താ ജോയിൻ ആയ മന്ത് ഏതാ നിങ്ങളുടെ? ജൂലൈ. ജൂലൈയുടെ അടുത്തായിരിക്കാം എക്സാം. അല്ലെങ്കിൽ മോഡ്യൂൾ 3 കഴിയുന്നതിനനുസരിച്ച് ഡിപ്ലോമക്കാർക്ക് എക്സാം ചെയ്ത് വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ PG ഡിപ്ലോമയും കൂടെ ഒരുമിച്ചാകുമ്പോഴേക്കേ അത് നമുക്ക് വൈവേ ഒക്കെ വേണമല്ലോ. വൈവേ ഉണ്ടാവും കേട്ടോ.
അപ്പൊ മിസ് PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് PGയുടെ കൂടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഡിപ്ലോമയുടെ എല്ലാത്തിന്റെ എക്സാം വരത്തുള്ളൂ? അതെ അതെ. അപ്പൊ അത് സബ്ജക്ട് വൈസ് ആക്കുവാണെങ്കിൽ ചിലപ്പോ ഇപ്പം ഞങ്ങളുടെ 6 സബ്ജക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് PGക്കാർക്ക് ഉണ്ടായിരുന്നത്. 2 സബ്ജക്ട് എക്സ്ട്രാ ആയിരുന്നു. ഡിപ്ലോമക്കാർക്ക് 4 സബ്ജക്റ്റ്. ഞങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഞങ്ങള് ആദ്യത്തെ ഫസ്റ്റ് 4 days ഒരുമിച്ചുണ്ടായിരുന്നു. 4 day കഴിഞ്ഞപ്പോൾ അവര് ഫ്രീ ആയി. അടുത്ത 2 എക്സാംസിന് ഞങ്ങൾ പോയി. സബ്ജക്ട് വൈസ് ആയിരുന്നു. നിങ്ങളുടെയും അങ്ങനെ സബ്ജക്ട് ആക്കുവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ പോകും. ഇപ്പം 5 സബ്ജക്റ്റോ അല്ലെങ്കിൽ 4 സബ്ജക്ട് കോമൺ ആയിട്ടുണ്ടെങ്കിൽ ആ കോമൺ സബ്ജക്ട് ഒരുമിച്ച് എഴുതുന്നു. ദെൻ ബാക്കിയുള്ളത് പിന്നീട്. ടീച്ചർ പസിൽസ് അടിക്കുമ്പോഴേ റൈഡിൽസ് തന്നെ കാണിക്കുന്നേ. ഞങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോഴേ ഈ പസിൽസും റൈഡിൽസും സെയിം തന്നെ കാണിക്കണേ. എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളില്ലേ? അത് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അതൊന്ന് എഴുതണം. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, പസിൽസ് മോസ്റ്റ്ലി ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തതായിരിക്കും. റിഡിൽസ് എന്ന് പറയുമ്പോൾ കടങ്കഥ, മീൻസ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റും ആൻസറും ആയിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ് പലപ്പോഴും റിഡിൽസിൽ വരുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ പറയണോ? മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? പണ്ട് ചെറുപ്പത്തിലൊക്കെ കേട്ടത് അങ്ങനെ പറയാം. ഇപ്പം മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. ദാറ്റ് മീൻസ് ആൻസർ കിണറാണെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യനിലെ ആ ഒരു ഇത്, അതാണ് അതിന് വരുന്നത്. പിന്നെ വേറെന്താ വരിക? അത് റൈഡിൽസിലാ പെടുക. അതെ അതെ. മാം പസിൽസ് എന്ന് പറയുന്നതേ ബോക്സ് വൈസ് പറഞ്ഞാണ്. എന്തോ ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമ്മൾ ബോക്സിൽ ചെയ്യും പോലെയാണ് പസിൽസ്. അതായത് പസിൽസ് പല രീതിയിലുണ്ട്. വേർഡ് പസിൽസ് ഉണ്ട്, നമ്പർ പസിൽസ് ഉണ്ട്, പിക്ചർ പസിൽസ് ഉണ്ട്, ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ പസിൽസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ റെക്കോർഡില് ഈ മൈ കളക്ഷൻ ബുക്ക്, അതല്ലേ നിങ്ങളിപ്പോ പറഞ്ഞിട്ടിരിക്കുന്നത്, നമ്മളുടെ ഫസ്റ്റ് റെക്കോർഡ്, പസിൽസ് എല്ലാം തന്നെ വേർഡ് പസിലാ ചെയ്തത്. മീൻസ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ. അങ്ങനെ ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് 4മതൊരു റെക്കോർഡ് ഉണ്ട്, കിഡ്സ് ആൻഡ് അതർ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറയുന്നത്. നത്തിങ്, നമ്മുടെ കളിക്കുടുക്ക, മാജിക് പോട്ട്, അങ്ങനത്തെ കാര്യങ്ങള്. അതിലും നമുക്ക് പസിൽസ് വേണം. അപ്പൊ അവിടെ നമ്മൾ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്, പിക്ചർ പസിൽസ് ഉണ്ട്, നമ്പർ പസിൽസ്, അത് കൂടുതൽ അതില്. അപ്പൊ രണ്ടും ഒരെണ്ണം തന്നെ വരരുത്, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ കളക്ഷൻ ബുക്കില് വേർഡ് പസിൽ മാത്രം ഇട്ടിട്ട് മറ്റേ ആക്ടിവിറ്റി ബുക്കിനകത്ത് പല പസിൽസിനെ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് പസിൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഇത് തന്നെ മറ്റേ റെക്കോർഡിൽ കൊണ്ടുപോയി എഴുതി വെക്കുന്നതേ ഉള്ളൂ. ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. അല്ല, ഇതൊന്നും കൂടെ വ്യക്തമാക്കൂ ടീച്ചർ. പസിൽസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. പസിൽസിന്റെ എക്സാമ്പിൾ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? അതായത് എന്റെ അമ്മയുടെ ബ്രദറിന്റെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരു ക്വസ്റ്റ്യൻസ്, അതൊക്കെ ആഴ്ചയിലെ ഡേ ഒക്കെ അങ്ങനെ ഉണ്ട്. നെക്സ്റ്റ് ഡേ ഇത് അങ്ങനെയൊക്കെ ചോദിക്കണേ. അത് പിന്നെ അതുപോലെ അച്ഛന്റെ ഏജിന്റെ ഇത്ര ഏജ് മകന്, അങ്ങനെയൊക്കെ. ഒരു ക്യൂവില് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളുടെ മുമ്പിൽ അടുത്ത ആളാണ്, അയാളുടെ ഫ്രണ്ടിൽ വേറൊരാളാണ്, അങ്ങനെയാണെങ്കിൽ ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആക്കണം. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് വേണ്ടത്. ഭയങ്കരമായി വലിയ ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാകാതെ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾ എങ്ങനെ അതിനെ ആൻസർ ചെയ്യും, അവരെങ്ങനെ നോക്കും, ആ രീതിയിലുള്ളത്. അതെ അതെ. പെയിന്റിംഗ് ഇല്ലേ മാം? അത് നമ്മള് ഡിജിറ്റൽ പെയിന്റിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ പലർക്കും അത് ചെയ്യാനുള്ള സൗകര്യം, ഇപ്പൊ വീട്ടിലുള്ള ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് MS പെയിന്റ് ആണ് നമ്മൾ പെയിന്റിങ് ചെയ്യില്ലേ, സിസ്റ്റം യൂസ് ചെയ്തിട്ട്, അതാണ്. അപ്പൊ പുറത്തു പോയി ചെയ്യാൻ പല ഇതിലും DTP സെന്ററിലും ആ ഒരു ഫെസിലിറ്റി ഇല്ല. പക്ഷെ നിങ്ങളതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മള് ചെറിയ ക്ലാസ് തുടങ്ങിയ കുട്ടികളെ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇവരെ കൊണ്ട് ആദ്യം ചെയ്യിക്കുന്ന പണി ഇതാ, പെയിന്റിങ്. നമുക്കത് അറിഞ്ഞിരിക്കണമല്ലോ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനെ പറ്റി അവെയർ ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്തത്.
എൽഡേഴ്സ് അത് എത്രയാണോ എഴുതണം മിസ്സേ? ആ മുതിർന്നവർ പറഞ്ഞിരുന്ന നോളജ് ഇല്ലേ, ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്, അത് എത്ര എണ്ണം എഴുതണ്ടേ? 10 ഇതിൽ 10 എന്നാ പറഞ്ഞിരിക്കുന്നത്. മാം പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ക്രിയേറ്റ് വിത്ത് ഡീറ്റെയിൽസ് ഇല്ലേ, അത് വന്നിട്ട് എന്താണ് പ്രത്യേക തരമുള്ള അനിമൽസ് അങ്ങനെയാണോ? ഒരു അനിമലിനെ കുറിച്ച് പേസ്റ്റ് ചെയ്യുക, അതിനെ കുറിച്ച് എഴുതുക, അങ്ങനല്ലേ? ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണോ പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്? ഇതാണോ ചോദിച്ചേ? യെസ് മാം. ഓക്കെ. ഇത് നമ്മൾക്ക് റയർ ആയി കാണുന്ന ചില അനിമൽസ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ അനിമൽസോ ബേർഡ്സോ എന്ത് വേണമെങ്കിലും ആവാട്ടോ. അത് വേണമെങ്കിൽ എഴുതാം. പിന്നെ പീകോക്ക് ഒരു വണ്ടർഫുൾ ബേർഡ് അല്ലേ? അങ്ങനെ സ്പെഷ്യാലിറ്റികൾ ഉള്ള അനിമൽസ് ഇല്ലേ. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എടുക്കാം. യെസ്, ഇങ്ങനെ വംശനാശം അങ്ങനെ കുറഞ്ഞു വരുന്ന അനിമൽസ്, അതിനെ പ്രത്യേകം ഗവൺമെന്റ് ഒക്കെ കെയർ ചെയ്യുന്ന പോലെ അത് അങ്ങനെയുള്ളതിനെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രേയിങ് മാൻഡീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന പ്രാണി എന്നൊക്കെ പറഞ്ഞ്. അതിന്റെ ഷേപ്പ് അങ്ങനത്തെയൊക്കെയാണല്ലോ. അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് പെൻകിൻ ഒരു കോട്ടിട്ട പോലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി വരുന്ന രീതിയിലുള്ള ഏറ്റവും വേഗത കൂടിയ മൃഗം അങ്ങനെ നോക്കാം. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം സ്പെസിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ആ രീതിയിൽ സെലക്ട് ചെയ്തത്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്നുള്ളത് ഒറ്റ പാരഗ്രാഫില്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2 അനിമൽസിനെ കുറിച്ച് ഒരു പേജിൽ എഴുതിയിട്ട് ആ 2 പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുക ചെയ്തേ. പേജസ് ഉണ്ടാവും, അങ്ങനെ ചെയ്ത് പോയി. പിന്നെ ഡിജിറ്റൽ പെയിന്റിംഗ് ഓപ്ഷണൽ ആയിട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റിയാൽ മാത്രം ചെയ്യുക, പക്ഷെ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് MS പെയിന്റിംഗ്, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് പെയിന്റിംഗ് ചെയ്യുന്നത്. ഇതെല്ലാം കളക്ഷൻ ചെയ്തതിന്റെ ഒരു പിക്ചർ പോരെ ടീച്ചർ? അങ്ങനെ ഒട്ടിച്ചാൽ മതിയോ? മതി. അത് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് വീട്ടില് കളർ പ്രിന്റ് ഔട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തു പോയി എടുക്കണം. മൊബൈലിൽ പെയിന്റ് ഉണ്ട്, അതിൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ചതുണ്ടാവില്ലേ, അത് എടുത്താലും പോരെ ടീച്ചർ? ഏതാണ്? ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ടാവില്ലേ ഡിജിറ്റൽ പെയിന്റിംഗ് അടിച്ചു നോക്കുമ്പോ? അപ്പൊ ചെയ്യാൻ അറിയാൻ പറ്റുമോ? നമ്മൾ തന്നെ ഷേപ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് അടുത്തത് കൊണ്ടുവന്ന് അതുമായിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെയല്ലേ ആക്ടിവിറ്റി വരുന്നത്. അതെ. അല്ലാതെ മറ്റേത് എന്താ കട്ട് ആൻഡ് പേസ്റ്റ് പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു, അങ്ങനെയല്ലേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെ MS പെയിന്റിംഗ് ചെയ്യണം, എന്നാലാണ് കുട്ടികളുടെ അടുത്ത് വരുമ്പോ അല്ലെങ്കിൽ നമുക്കറിയാത്ത പോലെ ആയിപ്പോകും. ഇത് കളക്ഷൻ ആണ്. ബട്ട് ഏതോ ഒരു ബാച്ചിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഞാനിത് എഴുതിക്കോട്ടെ, വരച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് വരയ്ക്കാം, കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഓക്കെ. എന്നോട് ചോദിച്ച ആളാരെ ഏത് ബാച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനെപ്പറ്റി ചെറുതായിട്ടൊരു റൈറ്റപ്പും കൂടെ എഴുതട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഓക്കെ ആയിക്കോളും. മാം ട്രഡീഷണൽ നോളജിനെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയോ? പറയാമോ? എന്റെ റെക്കോർഡ് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ബാക്കി 4 റെക്കോർഡ് വായിച്ചോട്ടെ. ട്രഡീഷണൽ നോളജ് വായിച്ചോളൂ. Ginger tea can cure a sore throat. Turmeric paste can reduce inflammation. Planting crops during the full moon ensures a bountiful harvest. Sharing stories and legends keeps our cultural traditions alive. Drying fruits and vegetables preserves them for winter. Using clay pots to store food keeps it fresh. Hold someone's hand when crossing the street. Don't touch fire or sharp objects, they can hurt you. Drink warm milk before bedtime to sleep well. ഇങ്ങനെ തന്നെയല്ലേ മിസ്റ്റർ? യെസ്, ഞാൻ എഴുതിയിട്ടുണ്ട്. മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്.
പണ്ടത്തെ ആൾക്കാര് മാവിന്റെ ഇല വെച്ച് പല്ല് തേക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഓ യെസ് യെസ്. ബേൺ ഡ്രൈഡ് നീം ലീവ്സ് വിച്ച് വിൽ റിമൂവ് മോസ്കിറ്റോസ്. സംവാട്ട് അതുപോലത്തെ തന്നെയല്ലേ എപ്പോഴും പറഞ്ഞത്. അങ്ങനെയുള്ള കുറച്ചത് അത് ഫാക്ട് ആയിരിക്കണം. ബ്ലൈൻഡ് ബിലീഫ്, അന്ധവിശ്വാസം പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ആവരുത് മാത്രം. പിന്നെ ഒരു അസൈൻമെന്റ് തന്നില്ലേന്നോ ടീച്ചർ, ഞങ്ങളെ കയ്യിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ആൻഡ് സർവേ ഒരു മാം. പ്രൊജക്ട് അത് യെസ്. അത് മാം അത് ഫയൽ ചെയ്യണോ അല്ല അസൈൻമെന്റ് ബുക്കിൽ ചെയ്യാനാണോ എന്തെങ്കിലും? ഞാനത് ലൂസ് പേപ്പറിൽ ചെയ്തിട്ട് ഫയൽ ചെയ്ത് വെക്കുക ചെയ്തത്. നിങ്ങൾക്ക് ബുക്കായിട്ട് ചെയ്യണമെങ്കിൽ ബുക്കായിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിന് ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ 5 പാരന്റ്സിന്റെ അവർക്ക് ഈ ഡേറ്റ കൊടുത്ത് അത് മാർക്ക് ചെയ്ത ഷീറ്റും വെക്കണമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഫയൽ ചെയ്തത്. അതില് 35 ചോദ്യങ്ങളില്ലേ? ചോദ്യങ്ങള് മുഴുവൻ മലയാളം മീനിങ് അറിയാത്തവരെന്താ ചെയ്യാ? ഒരു മിനിറ്റ്, അത് ഷെയർ ചെയ്യാട്ടോ. പറഞ്ഞു തന്നാ മതിയോ? അത് ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഈ മൊബൈലിൽ തന്നെ ഇങ്ങനെ മലയാളം ആക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരാരും ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടാലും മതി. അതായത് നമ്മൾ കൊണ്ടു ചെല്ലുന്ന പാരന്റ്സിന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലോ എന്നാണോ പ്രജിത പറഞ്ഞത്? അതെ, ഓ യെസ്. നമ്മൾ പറഞ്ഞു കൊടുത്താ പോരെ? നമുക്കും അറിയില്ലെങ്കിലോ? നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പ് ഉണ്ടോ? വേർഡ് വെബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ആണ്. ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. നമുക്ക് നെറ്റ് കണക്ഷൻ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് അതിന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നെറ്റ് കണക്ഷൻ വേണം. യൂസ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ഓൺ ആവണമെന്നൊന്നുമില്ല. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോ ഒരു ഡിക്ഷണറി പോലെ ആണെങ്കിൽ തന്നെയും ചിലത് കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് സെന്റൻസും കൊടുത്തിട്ടുണ്ടാവും ഒരു എക്സാമ്പിൾ പോലെ. നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഒക്കെ ഒന്ന് ഇംപ്രൂവ് ആകും. നമുക്ക് അറിയില്ലല്ലോ എന്നുള്ളതല്ല, നമ്മൾ ഇനി അറിയണം, എനിക്കത് അറിയണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാം ആ ഒരു ആപ്ലിക്കേഷൻ. കുറച്ച് വർക്ക് തന്നിട്ടില്ലായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്? മറ്റേ ബീഡ്സ് വെച്ചിട്ടുള്ളത്, പിന്നെ സിബ്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലിരിക്കുവാണോ? കാണിക്കാൻ പറ്റുമോ? കാണിക്കാം, എടുക്കട്ടെ കേട്ടോ. സർവേ വന്നിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണ്ടല്ലോ? സർവേ സബ്മിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ബട്ട് യു ഹാവ് ടു സേ സംതിങ് അബൌട്ട് അറ്റ് ദ ടൈം ഓഫ് വൈവയുടെ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കും സർവേ റിലേറ്റഡ്. നിങ്ങളുടെ ഒബ്സർവേഷൻ എന്തായിരുന്നു? 5 പാരന്റ്സിനെ കണ്ടപ്പോൾ അവരുടെ വ്യൂ പോയിന്റ് എന്തായിരുന്നു? നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അത് നിങ്ങൾ എങ്ങനെ അത് അനലൈസ് ചെയ്തു? അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കും. അത്രയും അതിനെ കുറിച്ച് നമ്മൾ എഴുതണോ? ഞാനത് പറയാം. നമ്മളുടെ സന അതൊന്ന് കാണിക്കും, ഞാൻ പറയാം. വൈവ ഇംഗ്ലീഷിൽ നിന്നല്ല, ഇഫ് എനിബഡി ഈസ് റെഡി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ ആ ഫ്ലോയിൽ പോവാം. ഇനി അതല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഇംഗ്ലീഷിൽ പറയാൻ, ബട്ട് ചില ബ്ലോക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ്ഡ് ആയിട്ട് പോവാം. അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആണ്. മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് പറ്റില്ല, ഐ വിൽ കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം എന്ന് തന്നെ പറയുവാണെങ്കിൽ സബ് ടു യു. ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ ലാംഗ്വേജ് കറക്റ്റ് ആവണല്ലോ. കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു 10 വയസ്സിൽ താഴെയുള്ള മക്കള് വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പെട്ടെന്ന് പഠിക്കും. അവര് നമ്മളെ കളിയാക്കുകയില്ല. ഞാൻ ആ ടൈമിൽ ഇങ്ങനെയായിരുന്നു. എന്റെ മോളൊന്ന് ചെറിയ ക്ലാസ്സിലായിരുന്നു, ചെറിയ ക്ലാസ് 2ാം ക്ലാസ്സും അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്കും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്കും ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവിടെ സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളൊന്നും യൂസ് ചെയ്യുന്നില്ല, ടീച്ചേഴ്സും ഉപയോഗിക്കുന്നില്ല. സോ ഞാനും അവളും കൂടെ മലയാളം പറയാതെയായി, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി. സോ അവളും ഇമ്പ്രൂവ് ആയി, ഞാനും ഇമ്പ്രൂവ് ആയി. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ചാൻസസ്. കിട്ടുന്ന ചാൻസ് ഒന്നും കളയരുത്. മാം, LKG UKG തന്നെ ട്രെയിനിങ് ചെയ്യണോ നിർബന്ധമുണ്ടോ? അതോ മോണ്ടിസോറി ആയിട്ട് നടത്തുന്നിടത്ത് മാത്രം പോയും ചെയ്യാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല. പക്ഷെ 4ാം ക്ലാസ്സിന് മുകളിലേക്ക് പോരുന്നു മാത്രം.
ഞാനൊരു സ്കൂളിൽ തിരക്കിയപ്പോൾ അവിടെ മോണ്ടിസോറി ഉണ്ട്. LKG UKG ഒന്നും അവർ ട്രെയിനിങ്ങിന് ആളെ എടുക്കുന്നില്ല, അവിടെ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ CBSE സ്കൂളാണ്. പിന്നെ വേറെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ മോണ്ടിസോറി ഉണ്ട്, അവിടെ മോണ്ടിസോറി 1, 2 ആയിട്ടാ അവിടെ ആളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം LKG UKG പോകണം നിർബന്ധമില്ലല്ലോ, അവിടെ നമുക്ക് പോകാമല്ലോ. തന്നെ കാണിക്കുന്നില്ലേ? ഞാനതോ സർവേയിലേക്ക് പോകണം. മാസ്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. സോ ബ്യൂട്ടിഫുൾ. നന്നായിട്ടുണ്ട്. തന്നെ വരച്ചതാണോ? അതെ. പിന്നെ 1 2 3 പറഞ്ഞില്ല, അപ്പൊ ബാക്കി ഉണ്ടായപ്പോ 1 2 3 ചെയ്തു. ഇങ്ങനെ ഓരോന്ന് കാണിച്ച സമയം ഉണ്ടാവില്ല, അതുകൊണ്ട്. മനസ്സിലായി. ആൽഫബറ്റ്സും ചെയ്തിട്ടുണ്ട്, സ്മോൾ ലെറ്ററും ക്യാപിറ്റലും ഉണ്ടല്ലേ? വെരി ഗുഡ്. പിന്നെ സിബ് വെച്ച് ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ കാർഡ്ബോർഡ് ആക്കി ചെയ്തു. എന്ത് ക്ലോത്ത് അത്? വെൽവെറ്റോ? ഇതൊരു ക്ലോത്ത് വീട്ടിലുണ്ടായതാ. ഫ്രെയിം കാർഡ്ബോർഡിൽ വെറുതെ വെച്ചേക്കുവാണോ അതോ പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വെറുതെ വെച്ചേക്ക. പിന്നെ ബട്ടണി, പിന്നെ ലേസ്. ഓക്കെ, വെരി ഗുഡ്. ലേസിന്റെ ഹോളൊക്കെ എങ്ങനെ ഇട്ടു? അതിന്റെ ഒരു സാധനം വാങ്ങിക്കാൻ ഇട്ടു. അതെയോ? പിന്നെ വെൽക്രോന്റെ പിന്നെ വേറൊരു ബട്ടണി, വേറെ ടൈപ്പ് ബട്ടൺ, പ്രസ് ബട്ടൺ ആണെന്ന് തോന്നുന്നു. പ്രസ് ബട്ടൺ ഒരു കൈ കൊണ്ട് തുറക്കാൻ കഴിയില്ല. പിന്നെ ബീഡ്സ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ലേറ്റ് പോലെ ചെയ്തു. ഇത്ര വർക്കല്ലേ മാം തന്നിരുന്നേ? വെരി നൈസ്. ഞാൻ ലിസ്റ്റ് ചെയ്ത് തരണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല, പക്ഷെ അത് കേട്ട് അത് ചെയ്തല്ലോ. ഞാനിപ്പോ ഡെലിവറി ടൈം ഒക്കെ അടുത്തോണ്ട് ഇരിക്കാം, അപ്പൊ വേഗം ഒക്കെ ചെയ്ത് വെച്ചു. ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ. ഭയങ്കര കോസ്റ്റ് ആണോ? വില കൂടുതലുണ്ടോ? മുത്താണത്. ബീഡ്സ് അത് റേറ്റ് എങ്ങനെയാ? റേറ്റ് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചിട്ടാണ് വരുന്നത് ഒരു മുത്തിന്. വുഡൻ ബീഡ്സാ? വുഡനല്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ നല്ല കട്ടിയുള്ള ടൈപ്പാണ്. അതാണ് റേറ്റ് കൂടുതൽ അല്ലേ? ഞാൻ ശരിക്കും കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കാണാം കാണാം. പിന്നെന്താ, പിന്നെ വൈൻഡിങ് വയർ പോലത്തെ അങ്ങനത്തെ കമ്പി, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി വെച്ചിട്ട് ഒരു മരത്തിന്റെ പീസില് ഡ്രില്ല് ചെയ്തിട്ട് ഈ കമ്പി വെച്ചിട്ട് ചെയ്തു. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഇതിന് നല്ലൊരു ഇൻസ്പിറേഷൻ ആവും. ഞാൻ വേഗം സർവേ ഒന്ന് പറയാം. സർവേ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തില്ല മിസ്സേ. അതൊരു നമുക്ക് ക്ലാസ് റൂമിലുണ്ട് സർവേ എക്സ്പ്ലെയിൻ എന്നും പറഞ്ഞ്. ക്ലാസ് റൂമിൽ മാമിൻ്റെ ഇത് അന്ന് മാം പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്, സർവേയെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പൊ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും മിസ്. അന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് ശരിയാട്ടോ. ഞാനിത് വേർഡിൽ തന്നെ ഷെയർ ചെയ്തു, കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസ് റെലവെന്റ് അല്ല, ഇത് ആവശ്യമില്ലെന്ന് തോന്നുവാണെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്ന് തോന്നുന്നു ചേർക്കാം. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ പാകത്തിന് തന്നത്. ഒരു പേജിൽ ആക്കിയത്. ബാക്കിയുള്ള പേജസ് ഒന്നും പ്രിന്റ് എടുക്കണ്ടല്ലോ, ഈ ഒരു പേജ് മാത്രം മതിയല്ലോ. മറ്റേത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നോ? പിന്നെ ഓപ്ഷൻസ് എനിക്ക് ഏതോ ഒരു നമ്മളുടെ ട്രെയിനേഴ്സിൽ ആരോ ആണ് യെസ് ഓർ നോ മാത്രം പോരാ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സജഷൻ വന്നപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി.
സോ സംടൈംസ് നോട്ട് ഷുവർ കൊടുത്ത്, അതായത് ഇപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ് കുട്ടികളെ പണിഷ് ചെയ്യുന്നുണ്ടോ, കുട്ടി പറയുന്നില്ല വീട്ടിൽ വന്ന്, നമുക്ക് അറിയണമില്ല, സോ നമുക്ക് അതിനെ പറ്റി ഉറപ്പില്ല, സോ നോട്ട് ഷുവർ. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തത് അതാണ്. പിന്നെ സംടൈംസ് നമ്മൾ കുട്ടികൾക്ക് എന്താ പറയാ കളിക്കാൻ ടോയ്സ് കൊടുക്കാറുണ്ടോ, എപ്പോഴും ധാരാളമായിട്ട് കൊടുക്കാറുണ്ടോ എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളുടെ ഒരു അവസ്ഥ അനുസരിച്ചല്ലേ. പിന്നെ ഷെയറിംഗ് മെന്റാലിറ്റി, ചില സമയത്ത് ഭയങ്കര ഷെയറിംഗ് കാണിക്കും, ചില സമയത്ത് അധികം കാണിക്കില്ല. സോ നമുക്ക് ഈ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം സംടൈംസ്. അതുകൊണ്ടാണ് 4 ഓപ്ഷൻ. 4 ഓപ്ഷന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. യെസ് ഉണ്ട്, ഇല്ല, ഇടയ്ക്ക്, ഉറപ്പില്ല. അതാണ് സംടൈംസ്, ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും എന്നുള്ള രീതിയിൽ. നോട്ട് ഷുവർ നമുക്ക് അറിയില്ല, അതാണ് നോട്ട് ഷുവർ വരുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, മനസ്സിലാകാതെ? 12ാമത്തെ ക്വസ്റ്റ്യന് ടീച്ചേഴ്സ് ട്രെയിൻഡ് ആണോ എന്നാണോ? ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണോ എന്നുള്ളത്, അതായത് ഇപ്പം നല്ല രീതിയിൽ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ളവരാണോ. അത് ചിലപ്പം ഇങ്ങനെ ചുമ്മാ ക്വാളിഫിക്കേഷൻ, അതായത് ഇപ്പം ഡിഗ്രി കഴിഞ്ഞവര് അങ്ങനെയൊക്കെ വന്നിട്ട് ചിലയിടത്തൊക്കെ പഠിപ്പിക്കാറുണ്ടല്ലോ. അവർ പക്ഷെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടാവും. എന്നാലും ഇപ്പൊ മോണ്ടിസോറി സ്കൂളാണ്, അല്ലെങ്കിൽ പ്രീ സ്കൂൾ അല്ലെങ്കിൽ KG കുട്ടികള്, അവർക്ക് അതിന് ട്രെയിനിങ് കിട്ടിയവർ തന്നെ വരുമ്പോഴാണല്ലോ സയന്റിഫിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് സിസ്റ്റം അവിടെ വരുന്നത്. ഇത് നമുക്ക് പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്, ഇത് അറിയില്ല. സോ നമുക്ക് വി ക്യാൻ റൈറ്റ് ലൈക്ക് നോട്ട് ഷുവർ, നമുക്ക് അറിയില്ല, ഉറപ്പില്ല. നമ്മൾ ടീച്ചർമാരോട് ആരോടും നമ്മൾ പോയി ചോദിക്കാറുമില്ലല്ലോ ക്വാളിഫിക്കേഷൻ എന്താന്ന്. ചില സ്കൂളുകളുടെ ബ്രോഷറിൽ ഉണ്ടാവും അവരുടെ ക്വാളിഫിക്കേഷൻ. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നവരുടെ സ്കൂളിന്റെ സൈറ്റ് ഉണ്ട്, അതിലിങ്ങനെ എന്റെ മക്കളുടെ ഡയറിയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ്, അങ്ങനെ കാണും. അങ്ങനെ ആകുമ്പോ അത് നമുക്കറിയാം. അല്ലാതെ നമുക്ക് പോയി ടീച്ചർ നോട്ട് അല്ലേ, ടീച്ചർമാരെ അടുത്ത് ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് പോയി ചോദിക്കുന്ന ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായി പോലെ. പിന്നെ വേറെ ഏത് ക്വസ്റ്റ്യനാ രജിത? എല്ലാ ക്വസ്റ്റ്യനും പറയണോ, മനസ്സിലാകാതെ ഉണ്ടോ? ഇല്ല. മാം ഇതില് നെയിം എവിടെ എഴുതാ? കുട്ടികളുടെ നെയിം, കുട്ടികളുടെ എല്ലാ പാരന്റ്സിന്റെ നെയിം ആയിരുന്നു അല്ലെ ആദ്യം ഞാൻ ഇടാനായിട്ട് മറന്നുപോയി. ആക്ച്വലി എഡിറ്റ് ചെയ്ത് വന്നപ്പോ ആ ഒരു ഭാഗം പോയി. നിങ്ങൾ എഴുതി ചേർത്താലും മതിയേ. ചില പാരന്റ്സിന്റെ പേര് എഴുതാൻ ബുദ്ധിമുട്ടാന്ന് എക്സ്ന്നോ വൈന്നോ വല്ലതും കൊടുത്താൽ മതി, എഴുതി ചേർത്താൽ മതി പ്രിന്റ് എടുത്തിട്ട്. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നെയിം ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ. ചില സമയത്ത് അച്ഛനും അമ്മയും ആവില്ല, വിദേശത്തൊക്കെ ആയിരിക്കും, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്, അപ്പൊ അവരാണല്ലോ ഗാർഡിയൻ. അപ്പൊ അങ്ങനെ നെയിം ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ എന്ന് കൊടുത്തിട്ട് എഴുതുക. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അച്ഛന്റെ അമ്മയുടെ പേര് എഴുതുക. ടോപ്പിൽ എഴുതാം അല്ലേ മാം? ടോപ്പിൽ എഴുതാം. ആ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻസ് ഒന്നും കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഇല്ല. കോപ്പി എടുത്തിട്ട് അവർക്ക് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കൊടുക്കുക, അവരത് മനസ്സിലാക്കി ചെയ്തോളൂ, പറഞ്ഞോളൂ ആൻസർ. ഇഷ്യൂ വരില്ലല്ലോ. പിന്നെ ഒരേ സോഷ്യൽ ലെവലിൽ ജീവിക്കുന്നവരെ തന്നെ സെലക്ട് ചെയ്യാതെ മിക്സഡ് ആയിട്ടുള്ള അങ്ങനെ നോക്കി ചെയ്യാം. നമ്മൾ തന്നെ നമ്മൾക്ക് തന്നെ ആ ഒരു ഏജിലെ കുട്ടികളുണ്ടെങ്കിൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെയൊക്കെ കൺസിഡർ ചെയ്തോളൂ കേട്ടോ. ഏജിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ഷീറ്റ് നമ്മൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. പാരന്റ്സ് മീറ്റിംഗിൽ പോകുന്നുണ്ട് സ്കൂളിലെ, അപ്പൊ അവിടെ കൊടുത്താൽ മതിയല്ലോ. മതി, 5 പാരന്റ്സ് മതി മിനിമം. കാര്യം കൂടെ ഒന്ന് പറയാം. എഴുതുമ്പോ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാട്ടോ. പക്ഷെ ഈ മെയിൻ കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തന്നെ വേണമെന്നില്ല, അതിന് ഞാൻ ചെറിയൊരു വ്യത്യാസം പിന്നീട് പറഞ്ഞിരുന്നു. നമുക്ക് ഒരു പ്രിഫറൻസ് വേണം, എന്തിനും ഒരു ആമുഖം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ കറണ്ട് ഒരു ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ എന്നൊന്ന് അറിയണം. സോ അതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ഒരു പ്രിഫേഴ്സിൽ എഴുതുക, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സർവേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഇൻഡെക്സ് പേജ് ആണ് അടുത്തത്, കണ്ടന്റ്സ്. അതിൽ നിങ്ങൾ എയിം ഓഫ് ദ പ്രോജക്റ്റ് മതി, അതായത് എന്താണ് ഈ പ്രോജക്റ്റിന്റെ എയിം, ചൈൽഡ് കെയർ ഇൻ അവർ ഹോം സയന്റിഫിക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പിന്നെ മെത്തേഡ്, നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എങ്ങനെയാണ്, നമ്മൾ ഇതിന്റെ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത മെത്തേഡ് എന്താണ്, വിസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോൺ കോൾ അല്ലെ,
ഈ പറയുന്ന ഫാമിലിയെ വിസിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഫോണിലൂടെ ആണെങ്കിൽ അതങ്ങനെ. പിന്നെ ഇത് കഴിയുമ്പോ നെക്സ്റ്റ് നമ്മൾക്കൊരു ഇത് ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ഒരു അനാലിസിസ് ഉണ്ടാവൂലേ. ഞാൻ 5 ഫാമിലിയെ കണ്ടു, അതില് പലരും വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നവരായിരുന്നു, ചിലര് മാത്രമേ ഉള്ളൂ പഴയ രീതിയിൽ ചിന്തിക്കുന്നത്. അതൊക്കെ പറഞ്ഞ് നമ്മളത് ഫുൾ ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ ആ ഡേറ്റയെ അനലൈസ് ചെയ്യുന്നു. അതാണ് ഇത് വരുന്നത്. ഈ കളക്ഷൻ ഒന്നും വേണ്ട, കാരണം വെച്ചാൽ മെത്തേഡ് ഓൾറെഡി നമ്മൾ എഴുതി. ഡേറ്റ കളക്ഷൻ എങ്ങനെയാന്നുള്ളത് കളക്ഷൻ ഇത് വേണ്ട, അത് നോട്ട് ചെയ്തോളൂ. പിന്നെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ. ചൈൽഡ് കെയറിനെ കുറിച്ച് നമ്മൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ, ആസ് എ പാരന്റ് എന്നോ ആസ് എ ഫെസിലിറ്റേറ്റർ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും. നമ്മളുടെ ഒപ്പീനിയൻ വളരെ ഫ്രാങ്ക് ആയിട്ട് എഴുതുക. ഈ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ളത് അന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ 5 ഫാമിലിയെ കണ്ടതില് ഒരു ഫാമിലി മാത്രമാണ് പഴയ രീതിയിൽ കുട്ടികളുടെ ഇഷ്ടങ്ങളൊന്നും മാനിക്കില്ല, ഞങ്ങൾ പറയുന്ന പോലെ കുട്ടി കേൾക്കണം. അപ്പൊ അവിടെ നമുക്കൊരു ചെറിയൊരു ഇന്റർവെൻഷൻ വേണം എന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആ രീതിയിലായിരുന്നു എന്റെ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണിൽ എഴുതിയത്. അതേസമയം നിങ്ങൾ കണ്ട 5 ഫാമിലീസും വളരെ പോസിറ്റീവായി ചിന്തിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് പ്രോഗ്രസീവ് വർക്ക്സ് ഒന്നും ചെയ്യാനില്ല. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് നോ നീഡ് ടു എനി അവയർനെസ് സെഷൻസ് ഓർ പ്രോഗ്രസീവ് വർക്ക് എന്നുള്ളത് എഴുതാം. പിന്നെ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ഇതിലിങ്ങനെ ചെയ്തപ്പോ. സോ പലയിടത്തൊക്കെ വളരെ കുറച്ച് പേരെ നമ്മൾ വിസിറ്റ് ചെയ്തുള്ളൂ, പലയിടത്തും ഇന്റർവെൻഷൻസിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കൺക്ലൂഷൻ എഴുതില്ലേ. നിങ്ങൾ വേണ്ടത് പ്രിഫൈസ് ഇൻഡെക്സ് പേജ് ആണ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. കണ്ടന്റ്സിനകത്ത് നമ്മൾ 1, 2, 3 നമ്പർ ഇട്ടിട്ട് എയിം ഓഫ് ദ പ്രോജക്റ്റ് വേണം. പിന്നെ മെത്തേഡ്, ഡേറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡ്, പിന്നെ ഡേറ്റ കളക്ട് ചെയ്ത പേപ്പേഴ്സ് അതിന്റെ ഇടയ്ക്ക് വെക്കണം. ദെൻ അനാലിസിസ്, കളക്ട് ചെയ്ത ഡേറ്റയെ ഒന്ന് അനലൈസ് ചെയ്ത് പറയുക. അതിനുശേഷം നമ്മളുടെ ഒപ്പീനിയൻ, പിന്നെ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ അത്, പിന്നെ കൺക്ലൂഷൻ. ഈ സപ്പോർട്ട് വേണ്ട, കളക്ഷൻ വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഇനി സംശയങ്ങൾ, ഡൗട്ട്സ് ഉണ്ടോ? സമയം വൈകിട്ടോ ടീച്ചർക്ക് നെക്സ്റ്റ് ക്ലാസ്സിന്? എനിക്ക് 1:30 ക്ലാസ് ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരം വൈകും. 6 ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാറുള്ളൂ. ഈ എക്സാം എഴുതിയിട്ട് ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടോ? ആ ചോദിക്കാൻ എന്താ കാരണം? 2-3 എന്താന്ന് പറയട്ടെ. ട്രെയിനിങ് ചെയ്യുമ്പോൾ LKG ചെയ്യണമെന്നാണ് അത് ചോദിച്ചിരുന്നല്ലോ അല്ലെ. നമുക്ക് ഏതാണെങ്കിലും ചെയ്യാം. 4th സ്റ്റാൻഡേർഡ് അതിനാ മുകളിലേക്ക് പോകണ്ട. പിന്നെ അത് അവര് തരൂല്ല എന്ന് തോന്നുന്നു. എക്സാം എഴുതിയിട്ട് ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫെയിൽ ആയിട്ടുണ്ട്. 35% ആണ്. അതായത് 100-ൽ 35 മാർക്ക് വേണം ജയിക്കാൻ. അപ്പൊ അതിൽ ഫെയിൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പലരും ക്ലാസ്സസ് മിസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റിയത്. ക്ലാസ്സിൽ കയറി ഇവൻ ദോ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ടവർക്കൊന്നും ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ക്ലാസ് മിസ്സായവർക്കാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നവര് ജസ്റ്റ് ഒന്ന് കയറി എക്സാം അറ്റൻഡ് ചെയ്തവർക്കാണ് ഈ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. പിന്നെ ടൈം അത് ഒരു പ്രോബ്ലം വന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളൂ. ആകെ എത്രയോ ഒരു 150 പേര് എഴുതിയിൽ 4 പേര് മാത്രമേ ഫെയിൽ ആയുള്ളൂ. ഈ വർക്കുകളിൽ മാത്രം തന്നെ 40 മാർക്ക് ഉണ്ട് പറഞ്ഞല്ലോ അല്ലേ? ഏതാണ്? ഞങ്ങൾക്ക് തരുന്ന വർക്കുകളില്ലേ ഞങ്ങൾക്ക് തരുന്നേ, അതിന് മാത്രം തന്നെ 40 മാർക്ക് അതിനെന്ന് പറഞ്ഞല്ലോ. അത് ഞങ്ങളുടെ എക്സാമിന്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. 80-ഉം 20-ഉം ആണോ 60-ഉം 40-ഉം ആണോ എന്നൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മൾ നടത്തുന്ന എക്സാം എല്ലാം തിയറി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ മോഡ്യൂൾ 1 കഴിഞ്ഞ് നടത്തിയ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസ് MCQ, അത് ഫുൾ നമ്മളുടെ തിയറി തന്നെയാണ്. അതിൽ വന്ന ക്വസ്റ്റ്യന്റെ രീതികൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? മോഡ്യൂൾ 1-ൽ ഇംഗ്ലീഷ് വരുന്നില്ലല്ലോ. അല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എക്സാമിനായിരിക്കും ഉണ്ടാവുന്നത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ 1 ശേഷമായിരിക്കൂലേ മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് മാത്രം തനിയായിരിക്കും അല്ലെ? ഇല്ല, തനിയാവില്ല. അത് ഫൈനൽ എക്സാമിന് കൂടെ നടത്താം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. കാരണം ഇംഗ്ലീഷ് അധികം വരുന്നില്ല. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഇത് മാത്രമാണ് ശരിക്കും ഇംഗ്ലീഷ്
മോണ്ടിസോറിയിൽ വരുന്നത്. ഇംഗ്ലീഷിന്റെ എക്സാംസ് ഇല്ല. നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇംഗ്ലീഷ് എത്രത്തോളം യൂസ് ചെയ്താണോ അസൈൻമെന്റ് എഴുതുന്നത്. എക്സാം എഴുതുമ്പോൾ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് MCQ ആണ്. സോ അപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 10 to 15 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷ് വരുള്ളൂ. അത് പറയും, അതിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അതെല്ലാം ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക? എല്ലാത്തിനും കൂടെ ഇംഗ്ലീഷും മോണ്ടിസോറിയും സൈക്കോളജിയും എല്ലാം കൂടി ഒരുമിച്ചാ വരിക? അതിനെ പറ്റി ഇപ്പൊ മോഡ്യൂൾ 1 അങ്ങനെയായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് മോഡ്യൂൾ 1ന്റെ ആയിരിക്കും. ഫൈനൽ എക്സാം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അത് ഉടനെ തന്നെ തീരുമാനിക്കും. കാരണം ഫസ്റ്റ് ബാച്ച് ഫെബ്രുവരിയിൽ ഇറങ്ങണം. അത് ഇൻഫോം ചെയ്യാം, എങ്ങനെയാന്ന് പറയാം കേട്ടോ. മിസ് ഒന്ന് പറഞ്ഞേ, മിസ്സിന് ക്ലാസ് ഉണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യണം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മായ. Teacher opened the door, but you must enter by yourself. നമുക്ക് നമ്മളുടെ ടീച്ചർമാരെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് തരും. നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണമെന്നും അതിലെങ്ങനെ കയറി നമ്മളുടെ സ്വന്തം അറിവ് വെച്ചിട്ട് കൂടുതൽ ഒരു തിരിനാളമാണ് ടീച്ചർ തരുന്നത്. അതിനെ നമ്മൾ എന്താ പറയുക, വലിയൊരു ബ്രൈറ്റ് ആയിട്ടുള്ള വലിയൊരു പ്രകാശഗോളമാക്കി മാറ്റണം. താങ്ക് യു മാം. Thank you so much and have a nice day and wishing you all a very happy new year and do your best. Happy New Year. Happy New Year, ma'am. Happy New Year, ma'am. Thank you, ma'am. Happy New Year. Happy New Year. New Year. Happy New Year, miss. Happy New Year. Bye.